ഓക്കെ, പ്രോബ്ലം തുടങ്ങാം. ക്വസ്റ്റ്യൻ പറയാം. എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് diameter 50 mm, a solid circular shaft of diameter 50 mm can develop a maximum shear stress of 40 megapascal. Can develop a maximum shear stress of 40 megapascal. Determine the safe torque. Determine the safe torque the shaft can withstand. അത്രേ ഉള്ളൂ. കാൽക്കുലേറ്റ് നോക്കാമോ? ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ പ്രോബ്ലം എല്ലാം ഡയറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് കോംപ്ലക്സ് പ്രോബ്ലം ഒന്നും വരില്ല, ഉറപ്പാ. പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഇന്റേണലി തീരുമാനിച്ചതാ. അങ്ങനെ KTUവിന് പോകുന്നില്ല, അപ്പം നമ്മളും പോകുന്നില്ല. ടോർഷണൽ മൊമെന്റ് കണ്ടുപിടിക്കണം. T/J is equal to tau by R. ഓക്കെ, ടൗ തന്നിട്ടുണ്ട് 40 മെഗാപാസ്കൽ, അതായത് 40 × 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതായത് 40 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ T is equal to 40 × π/J/R. J/R നെ ഞാൻ
5/16 d cube എന്ന് എഴുതുവാണ്. 40 into 5/16 into 50 cube. ന്യൂട്ടൺ മീറ്ററിൽ പറയണേ, കിലോ ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് പറയണേ. എക്സാമിന് ആദ്യം SFD BMD വേണം അറ്റംപ്റ്റ് ചെയ്യാൻ. ഏറ്റവും എളുപ്പം മാർക്ക് അറിയാമെങ്കിൽ ഏറ്റവും എളുപ്പം 14 മാർക്ക് വിത്തിൻ 15 മിനിറ്റ്സിനകത്ത് തന്നെ കിട്ടും. നിങ്ങൾ ആദ്യം SFD BMD അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യാൻ എടുക്കുന്ന ഒരാൾക്ക് എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് കൂടും. മീൻസ് ഒരു സ്റ്റുഡന്റ് SFD BMD ഫസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബ്ലി ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഒരു സ്റ്റുഡന്റ് ആദ്യം എടുക്കുക. പാർട്ട് ചിലര് ഒന്നുമില്ല ആ ഓർഡറിൽ എഴുതി വരുന്നവരുണ്ട്, അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും. പക്ഷെ മെജോറിറ്റി പേരും ഫസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതായിരിക്കും, നല്ല ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട്. ഇപ്പൊ നിങ്ങളുടെ ഗാറ്റ് പേപ്പർ ഒക്കെ വാല്യൂ ചെയ്യുമ്പോഴും ഞാൻ അത് ഒബ്സർവ് ചെയ്തൊരു പാറ്റേൺ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് SFD BMD എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വാല്യൂ ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് റിഫ്ലക്ട് ചെയ്യും. SFD BMD പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന്. എത്ര വാല്യൂ ആണ്? സബ്സ്ക്രിപ്ഷൻ അല്ലേ ചെയ്ത് വേണം. .981 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് ഞാനിപ്പോ എഴുതിയിരിക്കുന്നത്. നിങ്ങളിപ്പോ പറയുന്ന ന്യൂട്ടൺ മീറ്ററിലായിരിക്കും പറയുന്നത്, അതായിരിക്കും. m²? ടോർക്കിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ മീറ്റർ. ഈ എഴുതിക്കുന്ന പോലെ സിമ്പിൾ. 40 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 40 × 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത് തന്നെയാണ് 40 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. പിന്നെ ഡയാമീറ്റർ mm ൽ തന്നെ അങ്ങ് യൂസ് ചെയ്യുക. അപ്പോൾ 40 × 5/16 × 50 ക്യൂബ്, 0.981 കിലോ ന്യൂട്ടൺ മീറ്റർ. അടുത്ത ദിവസം പറയട്ടെ. കൺഫ്യൂഷൻ ഉണ്ടോ? A solid steel shaft transmits a torque of torque of 10 kilonewton meter. A solid steel shaft transmits a torque of 10 kilonewton meter. If the
shaft can withstand a maximum if the shaft can withstand a maximum shear stress of 45 megapascal. The shaft can withstand a maximum shear stress of 45 megapascal. Find the minimum diameter of the shaft. Find the minimum diameter of the shaft and draw the torsional stress distribution diagram. Find the minimum diameter of the shaft and draw the torsional stress distribution diagram. എനിക്ക് ടോർക്ക് ഉണ്ട് 10 kilonewton meter which is 10 to the power 7 Newton mm. ന്യൂട്ടൺ എമ്മിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 45 മെഗാപാസ്കൽ, അത് തന്നെയാണ് 45 ന്യൂട്ടൺ പെർ mm². 10 to the power 7 is equal to 40 into 5/16 d cube. അതിൽ നിന്ന് നമുക്ക് d കിട്ടും. D is equal to 104, approximately 105 mm. എല്ലാവർക്കും 104.2 mm, 105 approximately. ഇതല്ലേ എഴുതിക്കുന്നത് 10 to the power 7 is equal to 40. To the power 7 into 40 divided by 8.
108. 108.3 approximately 109. D is equal to approximately 1010 എന്ന് എടുത്തങ്ങ് എഴുതിയിരിക്കണേ. റൗണ്ട് ഫിഗർ 10ന്റെ പവറിലേക്ക് കൊണ്ടുവരണം. അപ്രോക്സിമേറ്റ്ലി 1010 അല്ല 110 mm. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ടോർഷൻ $45 ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? അപ്പൊ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 105 അല്ലേ? കൗണ്ട് ചെയ്ത് 5ന്റെ പവറിലോ 10ന്റെ പവറിലോ ആക്കി. 10ന്റെ പവറിൽ ആക്കുന്നത് നല്ലത്. റിയലിസ്റ്റിക്കലി അങ്ങനത്തെ ഒരു ഡയമീറ്റർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഏറ്റവും പോലത്തെ എക്സാമിന് അങ്ങനെ റൗണ്ട് ചെയ്ത് കളയാം. അങ്ങനെ റൗണ്ട് ചെയ്താൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ടോർഷണൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്ന സാധനവും കൂടി വരയ്ക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടോർഷന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പറ്റിയ വരച്ചേക്കുക, വാല്യൂർ ഇംപ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടോർഷണൽ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്രാം ലീനിയർ ആണ്. അത് ഓൾറെഡി ബെൻഡിങ് പോലെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഡയഗ്രാം ലീനിയർ ആണ്. നമുക്ക് അവിടെ പവറിലൊന്നും സ്ക്വയറിലോ ക്യൂബിലോ ഒന്നും അല്ല എന്റെ ഇക്വേഷൻ വരുന്നത്. ടൗ ബൈ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ടൗ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നല്ല എന്റെ ഇക്വേഷൻ വന്നത്. അപ്പൊ ടൗ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഹൂക്സ് ലോ വാലിഡിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ലീനിയർ സ്ട്രെസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക ഏറ്റവും എക്സ്ട്രീം ഫൈബേഴ്സിലാണ്. അപ്പോ ടൗ എന്ന് പറയുന്നത് മാക്സിമം ഉണ്ടാവുക ടോപ്പും ബോട്ടത്തിലുമാണ്. അപ്പൊ 45 ടോപ്പിലും ബോട്ടത്തിലും കൊടുക്കുന്നു. ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സെൻട്രൽ ആക്സിസിലേക്ക് വരുമ്പോൾ അത് അവിടെ 0, കാരണം അവിടെ റേഡിയസ് ഇല്ല. റേഡിയസിന്റെ കോൺട്രിബ്യൂഷൻ അവിടെ ഇല്ല. സെൻട്രോയിഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് വരുമ്പോൾ അത് 0. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഒരെണ്ണം വലത്തേക്കും ഒരെണ്ണം ഇടത്തേക്കും വരച്ചു എന്നുള്ള ഡൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. കാരണം ബെൻഡിങ്ങിൽ നമ്മൾ ഒരെണ്ണം വലത്തേക്ക് ഒരെണ്ണം ഇടത്തേക്ക് വരയ്ക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരെണ്ണം കംപ്രഷനും ഒരെണ്ണം ടെൻഷനും. ടോപ്പ് ഫൈബറിൽ സിംപിൾ സപ്പോർട്ട് ആണെങ്കിൽ ടോപ്പ് ഫൈബറിൽ കംപ്രഷൻ, ബോട്ടം ഫൈബറിൽ ടെൻഷൻ. ടോർഷൻ ഷിയർ സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നുമില്ല. ഷിയർ സ്ട്രെസ്സിന്റെ ഡയഗ്രാം ഒരു ഡി പോലെയാണ് നമുക്ക് ഇരുന്നത്. ഇവിടെ വരുമ്പോൾ ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും വരയ്ക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഫിഗർ നോക്കുക. ഞാൻ ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന പോയിന്റ് ബി ഡാഷിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി. അപ്പൊ ഇവിടത്തെ ബി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പർ സൈഡിലേക്ക് ആക്കി ഡിസ്പ്ലേസ്ഡ് ആവണം. അതിനെ ഒരു സിമിലർ ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇപ്പുറത്തോട്ട് വരയ്ക്കുന്നത്. അത്രേ ഉള്ളൂ. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പുറത്തെ സൈഡിലോട്ടാണ്. സ്ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇടത്തേക്കാണ്. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലേക്കുള്ള പോയിന്റ് എല്ലാം സ്ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വലത്തെ സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഒരെണ്ണം റൈറ്റ് സൈഡിലേക്കും ഒരെണ്ണം ഒരു ട്രയാങ്കിൾ ലെഫ്റ്റ് സൈഡിലേക്കും ഞാൻ ചെയ്ത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. അപ്പൊ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ പഠിക്കുന്നത് 4 കാര്യങ്ങളാണ്. ആക്സിയൽ, ബെൻഡിങ്, ഷിയർ, ടോർഷൻ. ഓക്കെ, ഒരു ജനറിക് ആയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ആക്സിയൽ എനിക്ക് പ്യുവർലി ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ആയിരിക്കും. ഇത് റെക്ടാങ്കുലർ ഷേപ്പ് എടുക്കുവാണ്. ഓക്കെ, റെക്ടാങ്കുലർ ഷേപ്പ്, ഇത് റെക്ടാങ്കിൾ, ഇത് ഒരു മെറ്റീരിയലിന്റെ ആക്സിയൽ ട്രസ്റ്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ ആക്സിയൽ ഫോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ നിന്നാൽ അതും ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും. അത് എയ്തർ പ്യൂർലി ആക്സിയൽ, പ്യൂർലി കംപ്രഷൻ അല്ലെങ്കിൽ പ്യൂർലി ടെൻഷൻ. ബെൻഡിങ്ങിന്റെ ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ നിന്നാൽ അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും, സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ആണെങ്കിൽ. ട്വിസ്റ്റിങ്ങിന്റെ ഡയഗ്രാമും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവും. ആക്സിയല്, ബെൻഡിങ്, ട്വിസ്റ്റിങ്, ഷിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഷിയർ. ഈ ഡയഗ്രാംസ് എല്ലാം ഒന്ന് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ പഠിച്ച 4 കമ്പോണൻസിന്റെ വേരിയേഷൻ ഡയഗ്രാം ഇങ്ങനെയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ജനറിക് ഡയഗ്രാം ആണ്. ഇത് കംപ്രഷൻ അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ആക്സിയൽ കംപ്രഷൻ, ആക്സിയൽ ടെൻഷൻ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ആ ബോക്സ് വരും. അതുപോലെ ബെൻഡിങ്, ഇവിടെ കംപ്രഷൻ ഇവിടെ ടെൻഷൻ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. കാന്റിലിവർ ആണെങ്കിൽ തിരിച്ചു വരും. ഈ ട്രയാങ്കിൾ ഇപ്പുറത്തോട്ടും പോകും, ഈ ട്രയാങ്കിൾ ഇപ്പുറത്തോട്ടും പോകും. ട്വിസ്റ്റിംഗ് മൊമെന്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിലാണ് ഇങ്ങനെ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ഇപ്പുറത്ത് പോകും, ഈ ട്രയാങ്കിൾ ഇപ്പുറത്ത് പോകും.
ഷിയർ സ്ട്രെസ് സിമിലർ ഡയഗ്രാമേ നമുക്ക് റെക്ടാങ്കുലർ സെക്ഷനിൽ ഡെപിക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഷിയർ സ്ട്രെസിന്റെ സർക്കിൾ മാറുന്നു, ട്രയാങ്കിളിലേക്ക് മാറുന്നു അനുസരിച്ച് ആ പാരബോളയ്ക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ മാക്സിമവും ന്യൂട്രൽ ആക്സിസും ഒരിടത്തായിരിക്കില്ല. റെക്ടാങ്കിൾ സർക്കിൾ ഒക്കെ ആണെങ്കിൽ tau max is equal to 1.5 tau average, tau max is equal to 1.33 tau average. ട്രയാങ്കിൾ വരുമ്പോൾ അല്ല, tau max equal to 1.5 tau average, tau neutral axis is equal to 1.33 tau average. ട്രയാങ്കിൾ ഈ സൗണ്ടൊക്കെ പിടിക്കും, ഈ സൗണ്ട് എല്ലാം പിടിക്കും. റെക്ടാങ്കിൾ ഇതോ രണ്ടാമത് വെച്ചിരിക്കുന്ന ഫിഗറോ, അത് ബീം, ഒരു റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ, ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബീം ആണെങ്കിൽ, ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് റെക്ടാങ്കിൾ ബീം, ആ ബീം സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷനിലാണെങ്കിൽ വരുന്ന സിനാരിയോ ആണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് തീർക്കാം, നമ്മുടെ സിലബസ് എന്തായാലും 4:15 തീരും എന്തായാലും. സേഫ് ടോർക്ക്, ആ മെറ്റീരിയലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോർക്കിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഫ്രാക്ചറിലേക്ക് പോകും, ടോർഷണൽ ക്രാക്കിലേക്ക് പോകും. ടോർഷണൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ സ്പൈറൽ ക്രാക്സ് ആണ്, അത് നിങ്ങൾ എക്സ്പൈറിൽ പഠിക്കും അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എത്ര ടോർക്ക് വാല്യൂവിൽ നമുക്ക് ക്രാക്കിംഗ് ഒഴിവാക്കാം എന്നുള്ളതാണ് സേഫ് ആയിട്ടുള്ള, നമുക്ക് ആ മെറ്റീരിയലിന് ഫെയിൽ ആവാതെ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ടോർക്ക്, അതാണ് സേഫ് ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അതിന്റെ സ്ട്രെസ്സുമായിട്ട്, ഷിയർ സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണ് ആസ് പെർ. ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ടോർക്ക് എത്രയായിരുന്നു, 0.981 അല്ലെ, അത് ആ മാക്സിമം ഷിയർ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന ടോർക്കാണ് 0.981. 0.981 എന്ന് പറയുന്ന എന്റെ സേഫ് ടോർക്ക്. 0.981 മുകളിൽ എന്ത് കയറിയാലും ക്രാക്ക് വരും. അതാണ് കാരണം, അതിന് മാക്സിമം ഇത്ര ഷിയർ സ്ട്രെസ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ ഷിയർ സ്ട്രെസ്സിന് അക്കൗണ്ട് ചെയ്യാൻ പോകുന്നത് സേഫ് ടോർക്ക്. സേഫ് ടോർക്ക് 0.981 എന്ന് പറയുന്നത് എന്റെ മാക്സിമം ആയിട്ടുള്ള സേഫ് ടോർക്കാണ്. അതിന് താഴെയുള്ള എല്ലാ വാല്യൂസും ബേസിക്കലി സേഫ് ടോർക്ക് തന്നെയാണ്. അതിന് നമുക്ക് ജനറലി ടോർക്ക് എന്ന് വിളിക്കാം, അത്രേ ഉള്ളൂ. ടോർക്ക്, സേഫ് ടോർക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ പറയാൻ പറ്റില്ല. ക്രാക്ക് ഇല്ലാത്ത ടോർക്കിനെ നമുക്ക് സേഫ് ടോർക്ക് എന്ന് വിളിക്കാം. നമ്മുടെ ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും എന്ന് പറയുന്ന പോലെ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ മാക്സിമം ആയിട്ടുള്ള ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ താഴെയുള്ള എല്ലാ ഫ്രിക്ഷൻ റെസിസ്റ്റൻസും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയാം, എഴുതാം. A hollow circular shaft of outer diameter
250 mm and a hollow circular shaft of outer diameter 250 mm and inner diameter 125 mm is of length 1 meter. Is of length 1 meter. A torque of certain magnitude is applied on the shaft. A torque of certain magnitude is applied on the shaft. The torque of certain magnitude is applied on the shaft. And a point in the cross section ബ്രാക്കറ്റിനകത്ത് extreme most എന്ന് എഴുതിക്കോ. A point in the cross section extreme most എന്ന് എഴുതിക്കോ. Gets displaced by 1 degree. Gets displaced by 1 degree. Calculate the torque. Calculate the torque causing that angle of twist. Calculate the torque causing that angle of twist. Take G is equal to 70 GPa. Take G is equal to 70 GPa. Also determine the maximum shear stress. Also determine the maximum shear stress and develop the stress distribution diagram. And develop the stress distribution diagram. ഇത് ഷിയർ ഫോഴ്സ് ആവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സ്, അത് റേഡിയൽ ഡിസ്റ്റൻസ്, അങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ആവുന്നത്. ടോർഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്. ഓക്കെ, ടോർഷൻ ഇക്വേഷന്റെ എല്ലാ യൂസേജ് ഇതിനകത്തുണ്ട്. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടൗ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. അതെല്ലാം യൂസ് ചെയ്യാം. ജി ഉണ്ട്, തീറ്റ ഉണ്ട്, എൽ ഉണ്ട്. ടി കണ്ടുപിടിക്കണം, ജെ ഉണ്ട്, ജെ കണ്ടുപിടിക്കാം, ടി കിട്ടും. ആദ്യ റിലേഷൻ ആണ് ടൗ കിട്ടും. സെവൻ സീറോ.
റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. വൺ മീറ്റർ ആണ് 1.5 മീറ്റർ ആണ് ഞാൻ പറഞ്ഞത്. 1 മീറ്റർ. ന്യൂട്ടൺ അത്രയും ചെറിയ വാല്യൂ ആണെങ്കിൽ ന്യൂട്ടൺ MM പറഞ്ഞു.
3.26 ന്യൂട്ടൺ. ന്യൂട്ടണോ കിലോ ന്യൂട്ടണോ? ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ. കോളേജിന്റെ ഫംഗ്ഷനിങ് ടൈം ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും? ഞാൻ ജസ്റ്റ് അല്ലല്ല റെക്കോർഡ് ഓണാണ്. അത് കുഴപ്പമില്ല, അതിപ്പോ എന്നാലും വെറുതെ അവരുടെ MB കളയണ്ടല്ലേ. ഓക്കെ, അപ്പൊ T is equal to 3.26 ന്യൂട്ടൺ മീറ്റർ. അതല്ലേ? ഇപ്പൊ എന്തോ കൺഫ്യൂഷൻ ഉണ്ടോ? നല്ലപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമല്ലോ ഇവിടെ. ഓക്കെ, എത്രയാണ്? എനിക്ക് 43.73 43.73 തെറ്റ് ഇവിടെ പറഞ്ഞത്. 43.73 കിലോ ന്യൂട്ടൺ മീറ്റർ. J എന്ന് പറയുന്നത് π/32 d⁴ മൈനസ് d⁴ ഫോളോ ആണെങ്കിൽ എന്താ? J എന്ന് പറയുന്നത് π/32 d⁴ സോളിഡ് ആണെങ്കിൽ ഇപ്പോൾ സെക്ഷൻ മോഡുലസ് വെച്ച് തട്ടി വിട്ടുകയാണ്. അതായിരിക്കും കാര്യം അല്ലെ? സെക്ഷൻ മോഡുലസ് വെച്ച് ചെയ്തതാണ്.
ആ ആ ടോയുടെ ഇത് കിട്ടിയ ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ, അതാണ് ഇക്വേഷൻ. 43.73. സോ ഈ റെക്കോർഡ് ചെയ്തതെന്ന് നോക്കുമ്പോൾ ആദ്യം എഴുതി 3.26. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആൻസർ മാറ്റുന്നത് 43.73 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാമോ? ടൗ 43.73 into 10 to the power 6 divided by 3.59 into 10 to the power 8 into d by 2, 250 by 2 tau. പ്രോബബ്ലി ഒരു സ്പ്ലിറ്റ് അപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് മിക്കവാറും കിട്ടുക ഇത് ചോദിക്കുവാണെങ്കിൽ. എ ബി ഒറ്റ പ്രോബ്ലമായിട്ട് ചോദിക്കാനുള്ള ലെങ്ത് ഇല്ല അതിനകത്ത്, 14 മാർക്കിന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ട്വിസ്റ്റിംഗ് ഡയഗ്രാം ഒക്കെ ചോദിക്കേണ്ടി വരും, അതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അത് എന്തെങ്കിലും ഡെറിവേഷനോ മിക്കവാറും ഹോളോ ഷാഫ്റ്റിന്റെയോ സോളിഡ് ഷാഫ്റ്റിന്റെയോ ജനറൽ ടോർഷൻ ഇക്വേഷന്റെയോ ഡെറിവേഷൻ. $15.226. $15.226. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. എ സർക്കുലർ ഷാഫ്റ്റ് ഓഫ് പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയോ? അവിടെ ഫ്രണ്ടില് ആരും കിട്ടിയോ? 40 റൗണ്ടിങ് ഓഫിന്റെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും, കുഴപ്പമില്ല. A circular shaft of 60 mm diameter. A circular shaft of 60 mm diameter is running at an RPM of 150. Is running at an RPM of 150. If the shear stress in the shaft doesn't exceed 50 megapascal, if the shear stress in the shaft doesn't exceed 50 megapascal, calculate the power of the shaft. Calculate the power of the shaft. Power is equal to 2 pi n by 60 into T. അതാണ് ഇക്വേഷൻ. n ഓൾറെഡി തന്നിട്ടുണ്ട്. റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയതുകൊണ്ട് 2 pi n by 60 യൂസ് ചെയ്യാം. T കണ്ടുപിടിച്ചാൽ മതി. T കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഡയാമീറ്ററും ഉണ്ട്, ഷിയർ സ്ട്രെസ്സും ഉണ്ട്. T by J is equal to tau by R യൂസ് ചെയ്ത് കഴിഞ്ഞാൽ T കിട്ടും.
അല്ലേ? 16646 kilowatt. again section modulus ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. T is equal to tau into ZP. സോളിഡ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഹോളൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് 5/32 d to the power 4 divided by d by 2 5/16 or 5/16. മൂന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. 5/16 by 2 ഒരു by 2 5/16 d cube എന്നായിരിക്കും വരുന്നത്. by 2 ഇതിന് ഒരു by 2 വരും. അതായത് t is equal to tau into j by r. tau into 5/32 d raised to 4 divided by d by 2 equal to tau into 5/16 d cube. അത്രേ ഉള്ളൂ. So 50 into 5/16 into 60 cube. by 2 അല്ല into 2. ഇവിടെ ശ്രദ്ധിച്ചോണേ. into 2.2075 ന്യൂട്ടൺ എന്ന യൂണിറ്റ്സ് ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. 2120575 ന്യൂട്ടൺ എം. ഓക്കെ, അപ്പൊ ഞാനിവിടെ വീണ്ടും 2π into 150 into ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ into 2 into π into 150 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 33309914 എന്നാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ യൂണിറ്റിലല്ല. നമ്മുടെ വാട്ട് ആവണമെങ്കിൽ ഇത് ന്യൂട്ടൺ മീറ്റർ എന്ന ഫോമിലേക്ക് കൊണ്ടുവരണം. ന്യൂട്ടൺ മീറ്റർ എന്ന ഫോമിലേക്ക് കൊണ്ടുവരണം. 1 2 3 4 5 6 33.3 കിലോ വാട്ട് ആണ് അല്ലെ? 33.3 കിലോ വാട്ട് ആണ്. പോളാർ സെക്ഷൻ ഉപയോഗിക്കാൻ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം, വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. 33.3 കിലോ വാട്ട് എന്നാണ് കിട്ടും. കാരണം നമ്മുടെ ഈ ടി എന്ന് പറയുന്നത് ന്യൂട്ടൺ എം എമ്മിലാണ് കിട്ടുന്നത്. ന്യൂട്ടൺ എം എം അല്ല SI യൂണിറ്റ്, ന്യൂട്ടൺ മീറ്ററാണ്. ന്യൂട്ടൺ മീറ്ററിലേക്ക് അതിനാക്കണം. അപ്പോ 2120.575 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതിലാണ് ബാക്കി ചെയ്യേണ്ടത്, എന്നാലേ വാട്ട് കിട്ടത്തുള്ളൂ. അതിനെ പിന്നെ വീണ്ടും 10 to the power 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോ വാട്ട് ആണ്. അപ്പൊ 33.3 കിലോ വാട്ട്. ഓക്കെ അല്ലേ? ഇവിടെ ഐറിൻ ഫുൾ ഡൗട്ട് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻ മിസ്റ്റേക്സ് അല്ലേ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യൂണിറ്റ് കൺവേർഷൻ അതിലേക്കല്ലേ മിസ്റ്റേക്ക് വരുന്നത്.
അല്ലാതെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഡൗട്ട് അല്ലല്ലോ. കൺസെപ്ച്വൽ ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിൽ പറയണം. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് നമുക്ക് സ്വന്തമായിട്ട് നോക്കിയാലും അറ്റ് സം പോയിന്റ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. കൺസെപ്ഷൻ മിസ്റ്റേക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു അതർ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോ. അതാ ചോദിക്കുന്നത്. കൺസെപ്ഷൻ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ഓക്കെ. അപ്പോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാവോ? എ സോളിഡ് 2 പോയിന്റ് ആ 2 പോയിന്റ് ഓക്കെ. ഇവിടെ ആ വാല്യൂ വേണം നമുക്ക് എടുക്കാം. ഓക്കെ, 2.1 ഇൻറ്റു 2.1 ഇൻറ്റു 10⁶ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ മില്ലിമീറ്റർ. ഓക്കെ, ഇത് ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണം. എന്നിട്ടേ നമുക്ക് പവറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. SI യൂണിറ്റ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 2.1 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മീറ്റർ. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി പവറിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ്, അഥവാ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്, ന്യൂട്ടൺ mm/s അല്ല. അപ്പൊ ഇതിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് ഞാൻ മാറ്റി. 2.1 ഇൻറ്റു 10⁻³ പിന്നെ 2π ഇൻറ്റു 150 ഇൻറ്റു 2.1 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 60. ഓക്കെ, അത് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അത് ഈ ശരിക്കുള്ള വാല്യൂ 2120575 റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് ഉള്ള നല്ല വേരിയേഷൻ വരുന്നതാണ്. 2120575 21000000 എന്ന് യൂസ് ചെയ്യുക നമ്മളിപ്പോ. അതാണ് 2.1 ഇൻറ്റു 10⁻6 എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു വേരിയേഷൻ വരും. യൂണിവേഴ്സിറ്റി എക്സാമിന് അത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാര്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കട്ടെ. 2.1 ഇൻറ്റു 10⁻³ ഇൻറ്റു 150 ഇൻറ്റു 2 ഇൻറ്റു π ഡിവൈഡഡ് ബൈ 60. എന്നാലും എനിക്ക് 3.32 പോയിന്റ് എന്നാണ് വരുന്നത്. 32 പോയിന്റ് എന്നാണ് വരുന്നത്. ഭയങ്കര വ്യത്യാസം വരുന്നില്ല. 32.9 കിലോ വാട്ട് എന്നാണ് വരുന്നത്. 32.9 കിലോ വാട്ട് എന്നാണ് വരുന്നത് അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. A solid circular shaft has to transmit 100 kilowatt. A solid circular shaft has to transmit 100 kilowatt at 160 rpm. 100 kilowatt at 160 rpm. The allowable maximum shear stress is 70 megapascal. The allowable maximum shear stress is 70 megapascal. Find the suitable diameter of the shaft. Find the suitable diameter of the shaft.
ഇവിടെ യൂണിറ്റ് കൺവേർഷനിൽ വ്യക്തമായ ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു 10⁻³ -3 ഒക്കെ കയറി. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് പവർ കിലോ വാട്ടിലാണ് തന്നിരിക്കുന്നത്, അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. 10⁵ വാട്ട്. P is equal to 2πn/60 into T. ഓക്കെ, 2πn/60 വരാൻ കാരണം 60 വരേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക, RPM തന്നുകൊണ്ടാണ് 60. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ 60 യൂസ് ചെയ്യരുത്. അപ്പോൾ അതിൽ നിന്ന് T കിട്ടും. എനിക്ക് T കിട്ടുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്, SI യൂണിറ്റിലാണ് കിട്ടുക. കാരണം പവർ ഞാൻ SI യൂണിറ്റിലാണ് ഇട്ടിരിക്കുന്നത്, അപ്പൊ Tയും SI യൂണിറ്റിലാണ്. 5968.31 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതിനെ ഞാൻ 5.96 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. പിന്നെ എനിക്ക് ടോർഷൻ ഇക്വേഷനിൽ നിന്ന് അറിയാം T/J is equal to τ/R. അതിന് ഞാൻ T is equal to π/16 d³ into τ എന്ന് എഴുതി. അപ്പൊ Tനെ ഞാൻ അവിടെ ന്യൂട്ടൺ mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം τ എന്ന് പറയുന്നത് ന്യൂട്ടൺ mm² ഫോമിലാണ് കിടക്കുന്നത്. 70 MPa എന്ന് പറയുന്നത് 70 Nm/mm². അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഡയാമീറ്റർ mm കിട്ടും, which is 75 mm approximately. 74 point something എന്നാണ് വന്നത്, ഞാൻ റൗണ്ട് ചെയ്ത് 75 mm. ഇതെന്റെ മാക്സിമം ടോർക്ക് ആണെങ്കിൽ എനിക്ക് ഈ ഡയാമീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു ടോർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡയാമീറ്റർ വീണ്ടും മാറും. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റിന് തന്നേക്കാം ടോർക്ക് ഇൻക്രീസ്ഡ് ബൈ 20% എന്നോ 30% എന്നോ തന്നു കഴിഞ്ഞാൽ 1.2 കൊണ്ട് മൾട്ടിപ്ലൈയും കൂടെ ചെയ്തിട്ട് വേണം ക്യൂബ് റൂട്ട് എടുക്കാൻ. അല്ല, ഇതല്ലേ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ മോസിന്റെ പോർഷൻ കൺക്ലൂഡ് ആവുകയാണ്. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.